ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുമ്പോൾ ബീഹാറിൽ വീണ്ടും താമര വിരിഞ്ഞിരിക്കുന്നു. നിതീഷിന്റെയും മോദിയുടെയും മാജിക് കാണുകയാണ് ബീഹാറിൽ. അപ്രതീക്ഷിത വിജയമായിരുന്നില്ല ഇത്. എക്സിറ്റ് പോളുകളടക്കം BJPക്ക് മുൻതൂക്കം ഉണ്ടായിരുന്ന ഘട്ടമാണെങ്കിൽ പോലും ഇത്രയും അധികം ഒരു വിജയത്തിലേക്ക് NDA സഖ്യം പോകും എന്നത് വിചാരിച്ചിരുന്നില്ല. വോട്ടുചോരി അടക്കമുള്ള ഇന്ത്യ സഖ്യത്തിന്റെ പ്രചരണവും രാഹുൽ ഗാന്ധിയുടെ തന്ത്രങ്ങളും ഒന്നും എന്തായാലും ബീഹാറിൽ വിലപ്പോയില്ല. RJDയുടെ ബലത്തിൽ മാത്രമാണ് ഇന്ത്യ സഖ്യം പിടിച്ചു നിൽക്കുന്നതെന്ന് മാത്രമല്ല, കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി തകർന്നടിഞ്ഞ കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കും. വൻ തിരിച്ചടിയാണ് കോൺഗ്രസിന് തെരഞ്ഞെടുപ്പിലുണ്ടായിരിക്കുന്നത്. നിതീഷിന്റെ ക്യാപ്റ്റൻസിയിൽ എക്സിറ്റ് പോൾ ഫലങ്ങളെയും കവച്ചുവെച്ച് 3-2 ഭൂരിപക്ഷത്തോടെ NDAക്ക് ബീഹാറിൽ ചരിത്ര വിജയമുണ്ടായിരിക്കുകയാണ്. നിതീഷ് സദ്ഭരണത്തിന്റെ നായകൻ എന്ന വിശേഷണത്തെ ബീഹാർ ജനത അടിവരയിട്ട് അംഗീകരിച്ചു എന്ന് തന്നെ കരുതാം. മുഖ്യമന്ത്രി പദത്തിൽ 1/4 നൂറ്റാണ്ടെന്ന നാഴികക്കല്ലിലേക്കാണ് നിതീഷ് എന്തായാലും എത്തുന്നത്. ഇക്കുറി തെരഞ്ഞെടുപ്പിൽ വീറും വാശിയും വളരെ കൂടുതലായിരുന്നു ബീഹാറിൽ. കാരണം ദേശീയ തലത്തിൽ തന്നെ SIRഉം വോട്ടുകളുടെയൊക്കെ ആരോപണം ഉയർത്തിക്കൊണ്ട് പ്രതിപക്ഷം അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി പ്രധാനമായും ഒരു രാഷ്ട്രീയ പോരിന് തന്നെ തുടക്കം കുറിച്ച ഘട്ടത്തിലാണ് ബീഹാർ തെരഞ്ഞെടുപ്പ് വരുന്നതും അതിന്റെ റിസൾട്ട് വരുന്ന സാഹചര്യം. അതുകൊണ്ട് തന്നെ ദേശീയ രാഷ്ട്രീയത്തിന്റെ മുഴുവനും ശ്രദ്ധ അത് ബീഹാറിലേക്ക് പോയി. ബീഹാർ ഇത്തരത്തിൽ ഉന്നയിച്ച രാഹുൽ ഗാന്ധി അടക്കമുള്ള പ്രതിപക്ഷ അംഗങ്ങൾ ഉന്നയിച്ച വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിഷയത്തിന്റെ ഉത്തരം ബീഹാർ നൽകുമെന്നും പ്രതീക്ഷിച്ചിരുന്നു. അവിടെയാണ് BJPയും നിതീഷും ഒക്കെ ജയിച്ചു കയറുന്നതെന്ന് നാം മനസ്സിലാക്കണം. ആരും പ്രതീക്ഷിക്കാത്ത മഹാവിജയമല്ല, പക്ഷേ നിതീഷ് മുഖ്യശില്പിയാവുന്നു എന്നതും പ്രധാനമാണ്. ഒരാൾ തുടർച്ചയായി 25 വർഷങ്ങൾ ബീഹാറിനെ ഭരിക്കുക എന്ന് പറയുമ്പോൾ ഒരു സിംഗിൾ മാൻ ആർമി എന്ന രീതിയിൽ അവിടെ കാര്യങ്ങൾ മാറുകയാണ്. നിതീഷ് എന്ന് പറയുന്ന വ്യക്തിയെ അടിസ്ഥാനപരമായി അദ്ദേഹം ഒരുപാട് മുന്നണികളുടെ ഭാഗമാവുകയും അധികാരത്തിന് വേണ്ടി മറ്റ് മുന്നണികൾ മാറുകയും ചെയ്യുന്ന സാഹചര്യമാണ്. പക്ഷേ നിതീഷ് എന്ന് പറയുന്ന ആളുടെ വ്യക്തിപ്രഭാവം അതിവിടെ വ്യക്തമായി എടുത്തു കാണിക്കുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നടത്തിയ വോട്ടർ അധികാർ യാത്രയും യുവാക്കളെ ലക്ഷ്യമിട്ടുള്ള തേജസ്വി യാദവിന്റെ പ്രചരണവും ബീഹാറിനെ ഇളക്കി മറിച്ചിരുന്നു. പക്ഷേ NDAയുടെ പ്രചരണം നയിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് ബീഹാറിലെത്തിയിരുന്നു. കോടികളുടെ പദ്ധതികൾ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ബീഹാറിൽ തുടർ ഭരണത്തിന് മോദി ആഹ്വാനം ചെയ്യുന്നത്. മുഖ്യമന്ത്രി മഹിളാ റോസ്ഗർ പദ്ധതിയിലൂടെ 10,000 രൂപ വീതം ഓരോ സ്ത്രീയുടെയും അക്കൗണ്ടിൽ നിക്ഷേപിച്ച നീക്കം യഥാർത്ഥത്തിൽ പ്രതിപക്ഷം ഒരിക്കലും അവരുടെ ചതുരംഗക്കളിയിൽ പ്രതീക്ഷിച്ചിരുന്നില്ല. NDAയിൽ കൂടുതൽ ബഹളമില്ലാത്ത സീറ്റ് വിഭജനവും വികസന മുദ്രാവാക്യം ഉയർത്തിയ പ്രചരണവും ഒക്കെ എന്തായാലും ഏറ്റവും ഒടുക്കം ഫലം കണ്ടിരിക്കുന്നു. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ ആദ്യം NDA മടിച്ചപ്പോൾ ഒരു മുഴം മുന്നിലേക്കെറിഞ്ഞ നിതീഷ് സമ്മർദ്ദം ചെലുത്തി. ഇതോടെ അടുത്ത സർക്കാരിനെ നിതീഷ് തന്നെ നയിക്കുമെന്ന് മോദിക്ക് പ്രഖ്യാപിക്കേണ്ടി വന്നു. നിതീഷിന്റെ പാർട്ടിയായ JDU 2020-ൽ 43 സീറ്റിൽ ഒതുങ്ങിയിരുന്നു. പക്ഷേ സ്ഥിതി അതല്ല. കൂടുതൽ മെച്ചപ്പെട്ട പ്രകടനം, കൂടുതൽ വോട്ടുകൾ വാരി. ബീഹാർ ജനതയുടെ മനസ്സിലേക്ക് നിതീഷ് കുമാർ എന്തായാലും അദ്ദേഹത്തിന്റെ വേര് കൂടുതൽ ആഴത്തിൽ പതിഞ്ഞു എന്നതിന്റെ തെളിവാണിത്. നിതീഷ് കുമാർ എന്ന രാഷ്ട്രീയ നേതാവിനെ, ഭരണാധികാരിയെ ബീഹാർ രാഷ്ട്രീയത്തിന് ഒഴിവാക്കാനാവില്ല എന്നും അദ്ദേഹത്തെ ഒഴിവാക്കിയാൽ പിന്നെ ബീഹാറിന് രാഷ്ട്രീയമില്ല എന്ന തരത്തിലേക്കുള്ളൊരു സമവാക്യത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിയത്. നിതീഷിന്റെ ജനപ്രീതി, താഴെത്തട്ട് വരെയുള്ള ബന്ധം അത് NDA സഖ്യത്തിൽ മറ്റാർക്കുമില്ല. BJPയുടെ ഉപമുഖ്യമന്ത്രിമാർക്ക് പോലും യഥാർത്ഥത്തിൽ അത്രയും വേരില്ല. എന്തായാലും ഈ ഒരു ജനങ്ങളുമായുള്ളൊരു ബന്ധം അതിൽ പ്രധാനമാണ്. ഇനി നിതീഷിനെ മുൻനിർത്തി സർക്കാർ രൂപീകരിക്കുക എന്നത് മാത്രമാണ് BJPയെ സംബന്ധിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം. ബീഹാറിൽ 20 വർഷം കൊണ്ട് നടപ്പാക്കിയ വികസന പദ്ധതികളെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ നിരത്തിയും പുതിയതായി താൻ ചെയ്യാനിരിക്കുന്ന പദ്ധതികളുടെ അവകാശവാദങ്ങളും ഒക്കെ നിതീഷും NDAയും മുന്നോട്ട് വെച്ചാണ് ഈ പ്രചരണമെല്ലാം നടത്തിയത്. അടിസ്ഥാന സൗകര്യങ്ങൾ, പ്രതിശീർഷ വരുമാനം, ആയുർദൈർഘ്യം, ശിശുമരണ നിരക്ക്, വിദ്യാഭ്യാസ നിലവാരം തുടങ്ങിയവയിൽ 20 വർഷത്തിനിടെയുണ്ടായ ദൃശ്യപരമായ വികസനം നിതീഷ് ഉയർത്തിക്കാട്ടിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു പ്രധാന പ്രശ്നം 3.1 കോടി യുവാക്കളാണ് ഇഷ്ടം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത് തൊഴിലിനായി കാത്തിരിക്കുന്നത്. ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ബീഹാറിൽ. അങ്ങനെ ബീഹാർ പൊന്നെ വിളയിച്ചത് കൊണ്ട് മാത്രമല്ല നിതീഷ് കുമാർ അധികാരത്തിലെത്തുന്നത്. കൃത്യമായ ജാതി രാഷ്ട്രീയം അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ബീഹാറിലെ ജാതി രാഷ്ട്രീയം നിർണായകമായിരുന്നു. ജാതി രാഷ്ട്രീയം കേന്ദ്രീകൃതവും നിർണായകമായ പങ്ക് വഹിച്ചു. തന്ത്രപരമായ സഖ്യം കെട്ടിപ്പടുക്കുന്നതിലൂടെയും അങ്ങേയറ്റം പിന്നോക്ക വിഭാഗങ്ങൾ അഥവാ EBC വിഭാഗങ്ങൾ, ദലിതർ, ഉയർന്ന ജാതിക്കാർ എന്നിവരുടെയൊക്കെ വോട്ടുകൾ ഏകീകരിക്കാൻ NDAക്ക് സാധിച്ചു എന്നുള്ളതാണ്. വ്യത്യസ്ത മണ്ഡലങ്ങളിലെ പ്രത്യേക ജനസംഖ്യാ ശാസ്ത്രത്തെ ആകർഷിക്കുന്നതിനായി ജാതി പരിഗണനകൾ അടിസ്ഥാനമാക്കി ഈ സ്ഥാനാർത്ഥികളെ സഖ്യം നിരത്തി എന്നുള്ളതും പ്രധാനമാണ്. ജാതി അടിസ്ഥാനപരമായി തുടർന്നപ്പോൾ പരമ്പരാഗത ജാതി അടിസ്ഥാനമാക്കിയുള്ള ആകർഷണങ്ങളെ മാത്രം മറികടന്ന് അതിനൊപ്പം ക്ഷേമ പദ്ധതി, വികസന അജണ്ട ഒക്കെ വന്നു. മാത്രമല്ല ഈ ജാതി ഇക്വേഷൻ അപ്പുറം മഹിള അല്ലെങ്കിൽ യുവ വോട്ടർമാരെ ആകർഷിക്കാനുമൊക്കെ NDAക്ക് സാധിച്ചിട്ടുണ്ട്. ആത്യന്തികമായി ഇത് ജനാധിപത്യമാണ്. ജനങ്ങളാണ് വിധി എഴുതേണ്ടത്. അതാണ് അതിൻ്റെ മനോഹാരിതയും. വലിയ ഭൂരിപക്ഷം, അതായത് കൃത്യമായ 3-2 എന്ന് പറയുന്ന വ്യക്തമായ ആധിപത്യത്തിലാണ് ബീഹാറിൽ NDA സഖ്യം അധികാരത്തിലേറുന്നത്. എന്തായാലും ആത്യന്തികമായി ഇത് ജനാധിപത്യമാണ്. ജനാധിപത്യത്തിന്റെ
വ്യവസ്ഥിതി ജനങ്ങൾ തെരഞ്ഞെടുക്കുന്നവർ അധികാരികളാവുന്നു, നമ്മളെ ഭരിക്കാനായി എത്തുന്നു. അത് ബീഹാറിൽ അവർ ഇത്തവണ അവരെ ഭരിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്തിരിക്കുന്നത് NDA ആണ്. അതുകൊണ്ട് തന്നെ അതിനെ അംഗീകരിക്കുക, തങ്ങൾക്ക് വന്നിട്ടുള്ള പരിമിതികളെ, പോരായ്മകളെ മനസ്സിലാക്കിക്കൊണ്ട് പ്രതിപക്ഷം കൂടുതൽ മികച്ച പ്രതിപക്ഷമായി നിലനിൽക്കുക. അല്ലാതെ വോട്ട് ചോരി നടന്നു, വോട്ട് കൊള്ള നടന്നു എന്നൊക്കെയുള്ള UKG സാഹിത്യം അടിച്ചുകൊണ്ടാണ് ഇനിയും രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകൾ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിലും അടുത്ത സംസ്ഥാനത്തും വീണ്ടും കോൺഗ്രസ് നിഷ്പ്രഭമാകും എന്നതിനേക്കാൾ അപ്പുറമായി ഒന്നും സംഭവിക്കില്ല. നമസ്കാരം.